ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല 2 ലെയർ ലെമൺ ടീ. ഈ നാരങ്ങക്കട്ടൻ അല്ലെങ്കിൽ ലെമൺ ടീ ഉണ്ടാക്കാൻ നല്ല രസമാണ് കേട്ടോ. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇത് ഉണ്ടാക്കി ആ 2 ലെയർ കണ്ട് അതേപോലെ സെർവ് ചെയ്യാൻ ഒരു പ്രത്യേക രസമാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നാരങ്ങക്കട്ടൻ ഹെവി മീൽസ് ബിരിയാണിയൊക്കെ പോലെ അത് കഴിഞ്ഞ് കുടിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉറക്കളിച്ചിരിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ പരീക്ഷയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ വല്ല യാത്രക്കിടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം അപ്പോഴൊക്കെ ഒരു നാരങ്ങക്കട്ടൻ ഉണ്ടാക്കി നോക്കി. ഈ പുതിനൊക്കെ ഇട്ടിട്ട് അത് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ, നല്ല സൂത്തിങ്ങും നല്ലതാണ്. അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വേണം, പുതിന ഇല, പിന്നെ പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ ഈ റെസിപ്പിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കോഴ്സ് ഗ്രെയിൻ ഷുഗറാണ്, കുറച്ച് തരിതരിപ്പുള്ളത്. ആ ഫൈൻ ഗ്രെയിൻ ഷുഗറിനേക്കാളും എഫക്റ്റീവ് ഇതാണ്. പിന്നെ നല്ല ചായപ്പൊടി, ഏതെങ്കിലും നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചായപ്പൊടി, തിളപ്പിച്ച വെള്ളവും വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ടൈപ്പിലൊരു ടീ സ്ട്രെയിനർ വേണം. കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അത് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കണം നമുക്ക് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് പറ്റിയ ഏതെങ്കിലും ഒരു ടീ സ്ട്രെയിനർ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ തുണി വെച്ചിട്ടുള്ള കോൺ ഷേപ്പിലുള്ള ടീ സ്ട്രെയിനറാണ്. ഇത് വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഫൈൻ ടീ ഡസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചായപ്പൊടി ഉപയോഗിക്കുക. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കാൻ പോകണം. കട്ടൻ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണ്. ഇവിടെ ഒരു 1/2 കപ്പിലേക്കാളും കുറച്ച് കൂടുതൽ മതി, കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. നല്ല സ്ട്രോങ് ആയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതിലേക്ക് നമ്മളിപ്പോൾ മധുരമൊന്നും ചേർക്കുന്നില്ല, ഇത് ടോപ്പ് ലെയർ ആവാൻ പോകുന്നതാണിത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഈ കപ്പിൽ ഇറക്കി വെച്ചിട്ട് ഒരു 1 മിനിറ്റ് നന്നായി സ്റ്റീപ്പ് ചെയ്യാം. അപ്പോൾ നല്ല കടുപ്പത്തിൽ കിട്ടും. ഇനി നമുക്ക് ലെമൺ ടീ ഉണ്ടാക്കാം. പാകത്തിനുള്ള സൈസ് ഗ്ലാസ്സിലേക്ക് അടിഭാഗത്ത് നമുക്ക് 1-2 ടീസ്പൂൺ കോഴ്സ് ഗ്രെയിൻ ഷുഗർ, നേരത്തെ പറഞ്ഞ പോലെ തരിതരിപ്പുള്ളത്, അത് ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ. ഇത് അടിയിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഗ്ലാസിൻ്റെ ഒരു പകുതിനേക്കാളും കുറച്ച് കൂടുതൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. നമ്മൾ പഞ്ചസാര മുഴുവൻ ഇളക്കി കൊടുക്കണില്ല. ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലങ്ങി കിട്ടുന്നതാണ്. ആ ലെയർ അവിടെ അടിയിൽ കിടന്നോട്ടെ. കുടിക്കാൻ നേരത്ത് ആവശ്യത്തിനനുസരിച്ച് അത് മിക്സ് ചെയ്ത് കുടിക്കാനാണ് കൂടുതൽ രസം. എന്നാലും നമ്മൾ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഷുഗർ ഇതിലേക്ക് കലങ്ങി വരുന്നത് കാണാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാരങ്ങ നീര്, ഇത്രയും സൈസ് കപ്പിന് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് മതിയാവും. ഇനി 2 കപ്പും ഒന്ന് സ്പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിനി ഡ്രിപ്പ് ചെയ്യാൻ തുടങ്ങാം നമ്മുടെ കട്ടൻ ചായ. കണ്ടില്ലേ, ഈ ടീ സ്ട്രെയിനർ ഇതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് സാധാരണ ഒരു ടീ സ്ട്രെയിനറിൻ്റെ മുകളിലിട്ട് തട്ടിക്കൊടുക്കുമ്പോൾ ഡ്രിപ്പായിട്ട് കിട്ടുന്നുണ്ട്. ചായയുടെ ലെയേഴ്സ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്. ഇതുപോലെ തന്നെ ആ കപ്പിൻ്റെ മോൾ ഭാഗം ഒരു അത്യാവശ്യം കട്ടിയുള്ള ലെയർ ആവുന്നത് വരെയും നമുക്കിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കടുപ്പമുള്ള ആ കട്ടൻ ചായയിൽ മുക്കിക്കൊണ്ടിരിക്കാം നമ്മുടെ സ്ട്രെയിനർ. അപ്പോൾ ഇതുപോലെ ഡ്രിപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയ്ക്കുള്ളൊരു കപ്പിൽ ഇത്രയും ഒരു ലെയർ മതി. കട്ടൻ ചായയുടെ നല്ല സ്ട്രോങ് ആണല്ലോ, കലക്കി വരുമ്പോൾ നല്ല പാകത്തിനായിരിക്കും. നല്ല ഫ്രഷ് 2 ഇല പുതിന ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ അടുത്ത കപ്പിലും ചെയ്യാം. അപ്പോൾ ഈ ഡ്രിപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് സ്പിൻ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആ ഷുഗർ ഒന്ന് ഇളകി വരണം. എന്നാലും ആ അടിയിൽ കിടക്കുന്ന ഷുഗർ മുഴുവൻ ഇളക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ അത് കുടിക്കുന്നവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇളക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് ഇപ്പം ഇങ്ങനെ കുടിച്ചാൽ തന്നെ അത്യാവശ്യം കുറച്ച് മധുരമൊക്കെ കിട്ടിത്തുടങ്ങും. പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ലെയർ ഇങ്ങനെ ഇളക്കി കളഞ്ഞ് ഇതുപോലെ കുടിച്ചാൽ മതി. നാരങ്ങയും ആ പുതിനയും ഒക്കെ കൂടി നല്ലൊരു സൂതിങ് ടീ ആണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് വിവരം അറിയിക്കണം. അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടല്ലോ, എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.